എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കൈക്കാട് ശ്രീരാമ ഹനുമത് ദേവസ്ഥാനത്തിലെ ശ്രീശങ്കര ആർഷ വിദ്യാപീഠം കുട്ടികൾ അവതരിപ്പിക്കുന്ന ശ്രീമദ് ഭഗവത്ഗീത സമ്പൂർണ്ണ പാരായണ പ്രഭാഷണ പരമ്പരയിൽ 37-ാം ദിവസമായ ഇന്ന് ധ്യാനശ്ലോകം ചൊല്ലുന്നത് വിനീത് കൃഷ്ണനാണ്. വിനീത് നേരത്തെ നമ്മുടെ ഈ പരമ്പരയിൽ പരിപാടികൾ അവതരിപ്പിച്ചു. ഏറ്റവും സ്നേഹത്തോടുകൂടി വിനീതിനെ ധ്യാനശ്ലോകം അവതരിപ്പിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമോസ്തു തേ വ്യാസവിശാലബുദ്ധേ ഫുല്ലാരവിന്ദായ തപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയഃ പ്രദീപഃ. പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സഃ സുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയദ്രഥജലാ ഗാന്ധാരനീലോത്പലാ ശല്യഗ്രാഹവതീ കൃപേണ വഹനി കർണേന വേലാകുലാം. അശ്വത്ഥാമ വികർണഘോരമകരാം ദുര്യോധനാവർത്തിനീം. സോത്തീർണാ ഖലു പാണ്ഡവൈരണനദീ കൈവർത്തക കേശവ. പാരാശര്യവച സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം. നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജന ഷട്പദൈരഹരഃ പേബീയമാനം മുദാ. ഭൂയാത് ഭാരത പങ്കജം കലിമലഃ പ്രധ്വംസിനഃ ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈർഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരിഃ ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. വിനീതെ വളരെ നന്നായിരുന്നു. ഇന്ന് ഒരു മഹാഭാഗ്യം കൂടെ വിനീതിനുണ്ടായി. എന്താ വെച്ചാൽ ഇന്ന് ഗീതാ ജയന്തി ദിനമാണ്. അതായത് ഭഗവാൻ ഒരു ഏകാദശി ദിവസമാണ് അർജുനന് ഗീതോപദേശം നടത്തിയത്. അപ്പോ ഈ ഏകാദശിയെ ഇന്നത്തെ ഈ ഏകാദശിയെ സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ മോക്ഷ ഏകാദശി എന്ന് പറയുന്നു. ഇന്ന് ഭഗവത്ഗീത
ഒന്ന് ശ്രവിക്കുകയോ ഒരു വരി ചൊല്ലുകയോ ചെയ്താൽ അയാൾക്ക് മോക്ഷം ഉണ്ടാവും. ഇന്ന് നമ്മുടെ ഈ പരിപാടിയിൽ കയറി ഇതെല്ലാം ശ്രവിക്കുന്ന എല്ലാവരും ഭഗവത് നിശ്ചയത്തോടു കൂടി മാത്രമാണ് ഇതിനകത്ത് വരാൻ സാധിച്ചിരിക്കുന്നത്. ഏറ്റവും മഹാഭാഗ്യമാണ് ഇന്ന് ഇത് ശ്രവിക്കുന്ന എല്ലാവർക്കും. ഈശ്വരൻ അതിനൊരു അവസരം നമുക്ക് തന്നിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ആ മഹാഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാവരും തിരിച്ചറിയുക, ഭഗവാനോട് നന്ദി പറയുക. ഇന്നിതിൽ കയറാൻ തോന്നിയതും ഇത് ശ്രവിക്കാനുള്ള ഒരു അവസരം ഉണ്ടായതിലും. ഇന്ന് ഗീതാ ജയന്തി ദിനമാണ്. അടുത്തതായി നമ്മുടെ ഗീത 18-ാം അധ്യായത്തില് 16 മുതൽ 28 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യുന്നത് നികേത് ശ്രീ നായരാണ്. നികേത് നേരത്തെ പ്രഭാഷണം അവതരിപ്പിച്ചിരുന്നു വളരെ ഭംഗിയായിട്ട്. ഇന്നിപ്പോ പാരായണത്തിനായിട്ട് ഏറ്റവും സ്നേഹത്തോടു കൂടി നികേതിനെ ക്ഷണിക്കുന്നു. ഓം ശ്രീ ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. മോക്ഷ സന്യാസ യോഗം അധ്യായം 18. ഈ അധ്യായത്തിൽ 16 മുതൽ 28 വരെയുള്ള ശ്ലോകങ്ങൾ എന്ന് ഞാൻ ഇവിടെ പാരായണം ചെയ്യുന്നു. തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തുയഃ പശ്യത്യകൃത ബുദ്ധിത്വാത് ന സ പശ്യതി ദുർമതിഃ യസ്യ നാഹം കൃതോ ഭാവാ ബുദ്ധിർതസ്യ ന ലിപ്യത്തെ അത്വാപി സ ഇമാൻ ലോകാൻ നഹം വിന നിബധ്യത്തെ. ജ്ഞാനം ജ്ഞേയം പരിജ്ഞാതാ ത്രിവിധാ കർമ്മ ചോദനാ കരണം കർമ്മ കർത്തേതി ത്രിവിധ കർമ്മ സംഗ്രഹാത്. ജ്ഞാനം കർമ്മ ച കർത്താ ച ത്രിധൈവ ഗുണഭേദതാ പ്രോച്യത്തെ ഗുണസംഖ്യാനി യഥാവത് ശൃണുതാന്യപി. സർവഭൂതേഷു യേനൈകം ഭാവമവ്യയമീക്ഷത്തെ അവിഭക്തം വിഭക്തേഷു തജ്ഞാനം വിദ്ധി സാത്വികം. പൃഥക്ത്വേന തു യജ്ഞാനം നാനാഭാവാൻ പൃഥക്വിതാൻ വേത്തി സർവേഷു ഭൂതേഷു തജ്ഞാനം വിദ്ധി രാജസം. യത്തു കൃഷ്ണവതേ കസ്മിൻ കാര്യേ സക്തമഹൈതുകം അതത്വാർത്ഥവദൽപം ച തത്താമസമുദാഹൃതം. നിയതം സംഗരഹിതം അരാഗദ്വേഷതകൃതം അഫലപ്രേപ്സുനാ കർമ്മ യത്തത് സാത്വികമുച്യത്തെ. യത്തു കാമേപ്സുനാ കർമ്മ സാഹങ്കാരേണ വാ പുനഃ ക്രിയത്തെ ബഹുലായാസം തത് രാജസമുദാഹൃതം. അനുബന്ധം ക്ഷയം ഹിംസാം അനപേക്ഷ ച പൗരുഷം മോഹാദാരഭ്യത്തെ കർമ്മ യത്തത് താമസമുച്യത്തെ. മുക്തസംഗോ നഹം വാദി ധൃത്യുത്സാഹസമന്വിതഃ സിദ്ധ്യസിദ്ധ്യോർനിർവികാരാ കർത്താ സാത്വികമുച്യത്തെ. രാഗീ കർമ്മഫലെ പ്രേപ്സു ലുബ്ധോ ഹിംസാത്മകോ ശുചി ഹർഷശോകാന്വിതഃ കർത്താ രാജസഃ പരികീർത്തിതഃ. അയുക്തപ്രാകൃതഃ ശബ്ദഃ ഷഡോ നൈഷ്കൃതികോലസഃ വിഷാദീ ദീർഘസൂത്രീ ച കർത്താ താമസമുച്യത്തെ. സർ മൈക്ക് മ്യൂട്ട്. നികേത് നന്നായിട്ട് പാരായണം ചെയ്തു. ഇത്രയും ദിവസം അതിനുവേണ്ടി ബുദ്ധിമുട്ടി പരീക്ഷയുടെ ഒക്കെ ഇടയിലും ഇങ്ങനെ ഇത് ചൊല്ലണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ച് അതിനുവേണ്ടി പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ അത് അവതരിപ്പിച്ചു.
ഭഗവാന്റെ അനുഗ്രഹം കുഞ്ഞിനെ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി പാരായണം ചെയ്ത ഈ 16 മുതൽ 28 വരെയുള്ള ശ്ലോകങ്ങളുടെ ചെറിയ ഒരു സാരം. തീർത്ഥ പൂജ രണ്ടുപേരും കൂടെയാണ് ചെയ്യുന്നത്. കുറേശ്ശെ ആയിട്ട് രണ്ടുപേര് പ്രഭാഷണം നടത്തുകയാണ്. കുട്ടികൾ നേരത്തെ പാരായണമൊക്കെ നടത്തി. ഇതിനകത്ത് നേരത്തെ നമ്മുടെ പരമ്പരയിൽ വന്നതാണ്, നല്ല രീതിയിൽ അവതരിപ്പിച്ചതാണ്. ഇന്ന് വീണ്ടും ഒരു ആഗ്രഹം, ചെറിയൊരു പ്രഭാഷണം നടത്തണമെന്ന്. അപ്പൊ അതിനൊരു സംവിധാനം ഒരുക്കി കൊടുത്തതാണ്. രണ്ടു കുഞ്ഞുങ്ങളെയും അതിനായിട്ട് ഏറ്റവും അധികം സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത 18-ാം അധ്യായം മോക്ഷ സന്യാസ യോഗം. ഞങ്ങൾ ഇന്നിവിടെ പ്രഭാഷണം നടത്താൻ പോകുന്നത് ഈ അധ്യായത്തിലെ 16 മുതൽ 28 വരെയുള്ള ശ്ലോകങ്ങളുടെ സാരമാണ്. കഴിഞ്ഞ ദിവസം ഓരോ പ്രവർത്തിക്കും 5 കാരണങ്ങൾ കാണും എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു. നാം ചിന്തിക്കുന്നത്, പറയുന്നത്, ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നത് എല്ലാം ഈ 5 കാരണങ്ങൾ മൂലം ഉണ്ടാകുന്നു. ആദ്യ കാരണം നമ്മുടെ ശരീരം അഥവാ നമ്മുടെ ദേഹം. ശരീരമില്ലെങ്കിൽ പ്രവർത്തികൾ ഇല്ലല്ലോ. നമുക്ക് നാം എന്ന ജീവന് പ്രവർത്തിക്കണമെങ്കിൽ ഈ ശരീരം വേണം. രണ്ടാമതായി പ്രാണശക്തി വേണം. മൂന്നാമതായി മനസ്സ് വേണം. നാലാമതായി അറിവ്, ബുദ്ധി എന്നിവയും വേണം. ഈ 4ഉം ശരീരത്തിലുണ്ട്. അഞ്ചാമതായി ദൈവം എന്ന ശക്തിയും വേണം. 4 കാരണങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നത് ഈശ്വരനാണ്. നല്ല മനുഷ്യരും ചീത്ത മനുഷ്യരും ഈ 5 കാരണങ്ങൾ കൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഇവിടെ ദൈവം അഥവാ ഈശ്വരൻ ശക്തി തരുന്നു നമുക്ക്. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നല്ലതും ചീത്തയും തീരുമാനിക്കുന്നത് നമ്മളാണ്. ഈ ഈശ്വര ശക്തിക്കും മീതെയാണ് നമ്മുടെ ഉള്ളിൽ ആത്മ സാക്ഷിയായി ഇരിക്കുന്നത്. ഈ ആത്മ ഒന്നും ചെയ്യുന്നില്ല, ചെയ്യുന്ന പ്രവൃത്തികളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. അതാണ് ഭഗവാൻ അർജുനനോട് ആത്മ ആരെയും കൊല്ലുന്നില്ല, ശരീരമാണ് അഹങ്കാരം കൊണ്ട് ഞാൻ കൊല്ലുന്നു എന്ന് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞത്. ഓരോ പ്രവൃത്തിക്കും പ്രേരണ 3 വിധമാണ്. അറിവ്, അറിയപ്പെടേണ്ട വസ്തു, അറിയുന്നവൻ എന്നിവയാണവ. കർമ്മത്തിന്റെ 3 ഘടകങ്ങൾ: പ്രവർത്തിക്കാനുള്ള ഇന്ദ്രിയങ്ങൾ, പ്രവൃത്തി ചെയ്യുന്ന ആൾ എന്നിവയാണ് എന്ന് ഭഗവാൻ പറയുന്നു. ഇവിടെ അറിവിനെ ജ്ഞാനം എന്നും പ്രവൃത്തിയെ കർമ്മം എന്നും പ്രവൃത്തി ചെയ്യുന്ന ആളെ കർത്താവ് എന്നും പറയുന്നു. നമ്മൾ നേരത്തെ പഠിച്ച 3 ഗുണങ്ങൾ, അതായത് സത്വ, രജ, തമോ ഗുണങ്ങൾ അനുസരിച്ച് ജ്ഞാനത്തെയും കർമ്മത്തെയും കർത്താവിനെയും 3ആയി തരംതിരിക്കാം എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു. ഈ കാണുന്നതെല്ലാം ഭഗവാനിൽ നിന്ന് ഉണ്ടായതാണ് എന്നും അതിനാൽ എല്ലാം ഒന്നാണ് എന്നുള്ള അറിവ് അഥവാ ജ്ഞാനത്തെ സ്വാത്വിക ജ്ഞാനം എന്ന് പറയുന്നു. ഇത് തന്നെയാണ് ആത്മജ്ഞാനം. എല്ലാത്തിലും ഉള്ളത് നാശമില്ലാത്ത ഒരു ശക്തിയായ ആത്മ എന്നത് സ്വാത്വിക ജ്ഞാനം. പലതായി കാണുന്നതെല്ലാം തന്നെ തത്വത്തിൽ ഒന്ന് തന്നെ എന്ന അറിവ് സ്വാത്വിക ജ്ഞാനം. പല പല ജീവികളിലും മനുഷ്യരിലും വേറെ വേറെ ആത്മ എന്ന് വിചാരിക്കുന്നത് രാജസ ജ്ഞാനം. അവനവന്റെ ശരീരം അഥവാ ദേഹം തന്നെയാണ് ഞാൻ എന്ന അറിവിൽ ജീവിക്കുന്നത് താമസ ജ്ഞാനം. ഇനി 3 തരം കർമ്മത്തെ പറയുന്നു. എല്ലാ പ്രവൃത്തികളെയും ഒരേപോലെ വിചാരിച്ച് ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്ന പ്രവൃത്തി സ്വാത്വികം. ഫലം ആഗ്രഹിച്ചും ഞാൻ ചെയ്യുന്നു എന്ന അഹങ്കാരത്തോടെയും ഫലം അനുഭവിക്കണം എന്ന മോഹത്തോടെയും ചെയ്യുന്ന പ്രവൃത്തികൾ രാജസം. നാശം, പരദ്രോഹം, വിവേകമില്ലായ്മ, നല്ലതെന്നോ ചീത്തയെന്നോ എന്ന ചിന്തയില്ലായ്മ, ഇങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികൾ താമസം. ഇനി 3 തരം കർത്താവ് അഥവാ പ്രവൃത്തി ചെയ്യുന്നവരെ കുറിച്ച് ഭഗവാൻ പറയുന്നു. അഹംഭാവമില്ലാത്തവൻ, ആസക്തി ഇല്ലാത്തവൻ, ധൈര്യവാൻ,
ഉത്സാഹമുള്ളവൻ, ജയപരാജയങ്ങളെ ഒരേപോലെ കാണുന്നവൻ, അവനാണ് സ്വാത്വികൻ. കാമഫലം ആഗ്രഹിക്കുന്നവൻ, തൃപ്തിയില്ലാത്തവൻ, മറ്റുള്ളവരുടെ സ്വത്തിനെ ആഗ്രഹിക്കുന്നവൻ, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവൻ, സന്തോഷത്തിനും സങ്കടത്തിനും പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നവൻ, ഇങ്ങനെയുള്ളവൻ രാജസൻ. ഒന്നിലും ഏകാഗ്രത ഇല്ലാത്തവൻ, സംസ്കാരശൂന്യൻ, വിനയമില്ലാത്തവൻ, വഞ്ചകൻ, അലസൻ, ഇങ്ങനെയുള്ളവൻ താമസൻ. ഇത്രയും കാര്യങ്ങളാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഞങ്ങൾക്ക് ഈ പ്രഭാഷണം പറയാൻ അവസരം തന്ന സാമ്യാർ മഠത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി. അപ്പോ ഇങ്ങനെ ഗീതാ ജയന്തി ദിവസത്തില് ഇപ്പൊ ഈ പ്രഭാഷണം നടത്തിയ കാര്യങ്ങളൊക്കെ സ്വന്തം ജീവിതത്തിൽ വരണേ. ഇത് ബൈഹാർട്ട് പഠിച്ചു വെച്ചോണം. ഗീതാ ജയന്തി ദിനത്തിലാണ് കുഞ്ഞുങ്ങൾക്ക് ഈ ഭാഗ്യം കിട്ടിയത്. നമ്മൾ അറിഞ്ഞണ്ടല്ല, തന്നെത്താൻ അങ്ങനെ വന്ന് സംഭവിച്ചതാണ്. അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ട് എന്നർത്ഥം. ആ അനുഗ്രഹം എന്നും കാത്തു സൂക്ഷിക്കണം. അതിനെന്ത് വേണം? ഗീത കുറച്ചെങ്കിലും ദിവസം, കുറച്ച് ശ്ലോകമെങ്കിലും ദിവസം ചൊല്ലണം കേട്ടോ. വളരെ നന്നായിരുന്നു. പ്രാക്ടീസ് ഒക്കെ ചെയ്തതിന്റെ ഗുണമുണ്ടായി. വെരി ഗുഡ് ചേട്ടാ. ടീച്ചറില്ലേ? ടീച്ചറെ കണ്ടില്ല. സോമനും വന്നില്ല. സാരമില്ല. ഇന്ന് ധ്യാനശ്ലോകം ചൊല്ലിയ വിനീത് കൃഷ്ണനും പാരായണം നിർവഹിച്ച നികേഷ് ശ്രീനിവാസനും പ്രഭാഷണം നടത്തിയ തീർത്ഥയും പോയി. അവർ രണ്ടുപേരും അവരെ ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി തന്നെ ഭംഗിയായി നിർവഹിച്ചു. ഭഗവാന്റെ അനുഗ്രഹത്താലും ഗുരുകൃപയാലും. പരമേശ്വരൻ പറഞ്ഞ കണക്ക് ഇന്ന് ഗീതാ ജയന്തിയാണ്. ഭഗവത്ഗീതയെ പറ്റി അറിവുള്ളവരും കേട്ടിട്ടുള്ളവരും എല്ലാം ഇന്ന് ഭഗവത്ഗീതയെ ഉയാമരിച്ച് പൂജിച്ച് ആരാധിച്ച് സമ്പൂർണ്ണ പാരായണം നടത്തുന്ന ഒരു ദിവസമാണിന്ന്. ആ സന്ദർഭത്തിലാണ് നമ്മുടെ വിനീത് കൃഷ്ണനും നികേതനും ശ്രീനിവാസനും തീർത്ഥയ്ക്കൊക്കെ ഗീതയിലെ ഒരു ശ്ലോകമെങ്കിലും ചെല്ലാനായിട്ട്, ഭഗവത്ഗീത ഒന്ന് അനുസ്മരിക്കാനെങ്കിലും ഭാഗ്യമുണ്ടായത് ഭഗവത് കൃപ കൊണ്ട് മാത്രമാണ്. മക്കളത് എല്ലാ ദിവസവും വായിക്കണം, പഠിക്കണം. കുറച്ചു നേരം അതിനുവേണ്ടി മെനക്കെടുത്തുക. 24 മണിക്കൂറിലേ ഉള്ളൂ എല്ലാവർക്കും. അല്പനേരം ഭഗവത്ഗീതയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം. അത് നിങ്ങളുടെ ശ്രേയസ്സിനും കുടുംബൈശ്വര്യത്തിനും സുഹൃത്തിനും എല്ലാം ഒരു സമ്പാദ്യമാണ്. അതുകൊണ്ട് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി ശ്രമിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി എൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങളുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ആർക്കെങ്കിലും പറയാണെങ്കിൽ പറയാം. കുഞ്ഞുങ്ങളെ അഭിനന്ദിക്കേണ്ടവർക്ക് അഭിനന്ദിക്കാം. 3 പേര് അല്ലായിട്ട് പറഞ്ഞു, 3 പേര് അല്ലാത്ത പറഞ്ഞു. വേണം. പരസ്പരം സോമം വന്നിട്ടുണ്ട്. സോമൻ ചേട്ടാ വരൂ. 2-3 മിനിറ്റ് വരും. ഒരു കുഴപ്പമില്ല. എല്ലാരും വെയിറ്റ് ചെയ്യണേ. സോമൻ ചേട്ടൻ വന്നിട്ടുണ്ട്. ഗീതയുടെ പ്രാധാന്യത്തെ കുറിച്ച് ഇന്നത്തെ ജയന്തി ദിനത്തില് സോമൻ ചേട്ടൻ 2 വാക്ക് നമ്മളോട് സംസാരിക്കും. ഭാഗ്യമാണ് നമ്മുടെ സോമൻ ചേട്ടൻ എത്തി. വേറെ പ്രഭാഷണത്തിന് പോയിട്ട് ഓടി കത്തിച്ച് വന്നിരിക്കുക. നമുക്ക് ഭാഗ്യമുണ്ട്. നമ്മൾ എല്ലാം ലെഫ്റ്റ് ആവുന്നതിന് മുന്നേ വന്നല്ലോ. സമയമുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്ന് ലോകമെമ്പാടും കാര്യമായിട്ട് ഇന്ന് ജയന്തി ദിനം ആഘോഷിക്കുന്നുണ്ട്. ഇസ്കോണിന്റെ ഒക്കെ സൈറ്റിൽ കയറി നോക്കിയാൽ കാണാം നെറ്റില്. ലോകം മുഴുവൻ ഗംഭീരമായിട്ടാണ് നടത്തുന്നത്. അതേമാതിരി ശങ്കരമഠങ്ങളിൽ ഞാൻ 1-2 സൈറ്റ് നോക്കിയപ്പോൾ സമ്പൂർണ്ണ പാരായണം രാവിലെ മുതൽ
ഒത്തിരി പേരിരുന്ന് പാരായണം ചെയ്യുന്നു. എങ്ങനെ ലോകം മുഴുവൻ ഭഗവത്ഗീതയെ ആരാധിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇന്ന് സമ്പൂർണ്ണ പാരായണം നടത്തുന്നു. നമ്മളൊക്കെ എന്തായാലും നമുക്ക് ഇത്രയെങ്കിലും സാധിച്ചല്ലോ. നമ്മൾ സമ്പൂർണ്ണം മണ്ഡലമാണ് നമ്മൾ ഫുള്ളായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പൊ നമുക്ക് ഇന്ന് ആ ദിവസം ഇതിനകത്ത് വന്നതുകൊണ്ട് ഏറ്റവും ഭാഗ്യമായി, അവിചാരിതമായിട്ട് കിട്ടിയ ഒരു മഹാഭാഗ്യം. അപ്പോ നമ്മളത് സോമചേട്ടനും കൂടെ ഇന്ന് വന്ന് അനുഗ്രഹിക്കാൻ പോകുന്നു. സോണി എന്ത് കേൾക്കിയ സോൺ ഇതിനകത്ത് കേൾക്കും എന്റെ ഫോണിൽ ഞാനുണ്ടോ ഇന്ന് നമ്മുടെ ഗ്രൂപ്പില് വിശ്വനാഥ് നമ്പൂതിരി സാറ് ശ്രീശങ്കര കോളേജ് അവർക്ക് വേണ്ടിയിട്ട് ചെയ്ത പ്രഭാഷണം ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. 2-ാം അധ്യായത്തെ സാഖ്യയോഗത്തെ ആസ്പദമാക്കി സാറ് ചെയ്ത പ്രഭാഷണമാണ് എടുത്തിട്ടിരിക്കുന്നത്. അതും ഇന്ന് ശങ്കര ജയന്തി പ്രമാണിച്ച് സാറ് ചെയ്തതാണ്. സാറിന്ന് സ്വാമിയാർ മഠത്തില് 1 മണിക്കൂർ നേരം സാഖ്യയോഗം 2-ാം അധ്യായത്തെ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിച്ചു. അത് നമുക്ക് നേരിട്ട് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. ഞാനും പോയിരുന്നു. അത് കഴിഞ്ഞ് സാറ് വേറൊരു പ്രഭാഷണം നടത്തിയതാണ് ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ കൂടി നമ്മൾ ഇതിലിട്ടിരിക്കുന്നത്. അപ്പൊ അതെല്ലാവരും കേൾക്കണം. നമ്മുടെ വേദ 1 വേദ 2 എന്നുള്ള ഗ്രൂപ്പില് ഉണ്ട്. സോമചേട്ടൻ ഇപ്പൊ വരുവേ, 1 മിനിറ്റ്. ആ അതെ, കുഞ്ഞുങ്ങൾ നോക്കിയിരിക്കുക, വലിയ ഭാഗ്യമല്ലേ. ഏതായാലും 2 വാക്ക്. എനിക്കൊരു മഹാഭാഗ്യം, കുഞ്ഞുങ്ങളെ കാണാൻ പറ്റിയല്ലോ. എല്ലാവർക്കും സായിരാം, എല്ലാവർക്കും സായിരാം. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഓൺ ചെയ്തേ, പറ്റുന്നവരൊക്കെ. ആഹാ, സുന്ദരക്കുട്ടപ്പന്മാരും സുന്ദരക്കുട്ടിപ്പോഴും എല്ലാവരും കാണട്ടെ ഒന്ന്. സമയം ഒത്തിരി ആവണോണ്ട് ഞാൻ 2 വാക്ക് പറയാം. പരമേശ്വര സാറ് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാണെങ്കിലും നമ്മളുടെ ഈ നാടിന്റെ പേര് ഭാരതം. ഭാരതം എന്നുള്ള പേരിന്റെ അർത്ഥം അറിവിൽ ആനന്ദിക്കുന്നവൻ. നമ്മുടെ നാടിന് ഭാരതം എന്ന് പേര് കിട്ടുന്നതിന് മുമ്പ് അതിന്റെ പേര് അജനാഭം. 10,000-കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് നമുക്ക്. നമ്മൾ ഇന്ന് വായിക്കുന്ന, നിങ്ങൾ പഠിക്കുന്ന ഭഗവത്ഗീത ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ചത് ഇതേ ദിവസമായിരുന്നു. രാവിലെ 10 മണിക്ക് എന്നാണ് സത്യസായി ബാബ പറഞ്ഞത്. 5200 വർഷം മുമ്പ് ഏകദേശം. അതിനു മുമ്പ് ഈ ഭഗവത്ഗീത ശ്രീകൃഷ്ണൻ അർജുനു ഉപദേശിച്ചത് വേറൊരാൾക്കാണ്, സൂര്യന്. വിവസ്വാന് 4-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് മുതിരുമ്പ് പഠിക്കാം. നിങ്ങൾ വായിച്ചു കഴിഞ്ഞ ഭാഗമാണ് അത്. ഏകദേശം 12,04,00,000 വർഷം മുമ്പ്. അതിന്റെ കണക്കിന് താല്പര്യമുള്ളവർ, ഇപ്പൊ പരമേശ്വര സാർ ഇസ്കോൺ എന്ന് പറഞ്ഞില്ലേ, അവരുടെ ഒരു ഭഗവത്ഗീതയുണ്ട്, ഭഗവത്ഗീത ആസിറ്റീസ്, അല്ലെങ്കിൽ അതിന്റെ മലയാളം ഭഗവത്ഗീത യഥാരൂപം. അതിൽ 4-ാം അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകത്തിൽ എങ്ങനെയാ ഈ കണക്ക് കിട്ടിയെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് ഭഗവത്ഗീത അച്ചടിച്ചത് 12 കോടി വർഷം മുമ്പ്. അത് പിന്നെ പഠിക്കേണ്ടൊക്കെ എല്ലാവരും പുസ്തകം ഔട്ട് ഓഫ് പ്രിന്റ് ആയി. 2ാമത് അടിച്ചതാണ് 5200 വർഷം മുമ്പ്. അതും നമ്മൾ പഠിക്കാതെ, നമ്മുടെ അപ്പൂപ്പന്മാരും മുത്തച്ഛന്മാരൊക്കെ പഠിക്കാതെ നഷ്ടപ്പെട്ടു വന്നപ്പോഴാണ് ശ്രീശങ്കരൻ അവതരിച്ചിട്ട് ശ്രീശങ്കരൻ ഈ ഗീത നമുക്ക് 2ാമത് പറഞ്ഞു തന്നു, തപ്പിയെടുത്ത് തന്നു. അങ്ങനെയാണ് ഇന്നത്തെ ഗീത. ഈ ഗീത കിട്ടിയ ഏകദേശം 2000-ലേറെ വർഷമായി. ശ്രീശങ്കരന്റെ കാലഘട്ടം 1200, 2000, 3000, 4000 എന്നൊക്കെ പറയണ്ട. നമുക്ക് 2000 എടുക്കാം. അപ്പൊ ഏകദേശം അത്രയും പഴക്കം മുമ്പ് നമ്മുടെ നാട്ടിൽ സംസ്കാരം എത്ര ഉന്നതമായിരുന്നു. വേൽസ്വാമിയുടെ ഭാഷ പറഞ്ഞാൽ, അന്നത്തെ കാലത്ത് സായിപ്പ് കാട്ടില് ഈ മരത്തിന്റെ തോലും കൊണ്ട് തുണി ഉണ്ടാക്കി, പച്ചലയും കൊണ്ട് ഉടുപ്പുണ്ടാക്കി ധരിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ മുതുമുത്തശ്ശന്മാര് സംസ്കാരത്തിന്റെയും അറിവിന്റെയും ഗംഭീര സിംഹാസനത്തിൽ ഇരുന്നവരാ.
നമുക്ക് ഈ ആ പഴയ പ്രതാപവും ഐശ്വര്യമൊക്കെ കിട്ടാൻ ഏറ്റവും എളുപ്പ വഴിയാണ് ഭഗവത്ഗീത. എന്നും ഒരധ്യായം വായിക്കണം. ഒരു ചിട്ട വയ്ക്കുക, രാവിലെ വൈകുന്നേരം. ഭഗവത്ഗീത മഹാസുഹൃതം ചെയ്തവരെ വായിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങളൊക്കെ മഹാസുഹൃതികളാ. ഇപ്പൊ എത്ര ദിവസമായി ഗീതയുടെ ഇങ്ങനെ ഓരോ ശ്ലോകങ്ങള് ഇങ്ങനെ കേട്ടോണ്ടിരിക്കണം. ഇതിപ്പര ഒരു ശ്രീശങ്കരൻ പറയും ഗംഗ, പിന്നെ ആരാ, ഗായത്രി, ഗോവിന്ദൻ, ഗീത, 5 ഗാ തുടങ്ങുന്ന സാധനങ്ങളുണ്ട്. ഗോവ്, അതിന് ഒന്നാണ് ഭഗവത്ഗീത. ഭഗവത്ഗീത കിഞ്ചിതധീത, ഇച്ചിരി പഠിച്ചാൽ മതി. തന്നെ കുറച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കാര്യം ചർച്ച ചെയ്യാൻ യമന് സമയമില്ല എന്ന് പറഞ്ഞു. യമൻ പിന്നെ അവന്റെ അടുത്തേക്കേ വരില്ല, ഇട്ടിട്ട് പോകും. മരണത്തെ പോലും മറികടക്കാൻ പറ്റുന്ന മഹത്തായ തത്വശാസ്ത്രമാണ്. ഒരു കാര്യം പറഞ്ഞു നിർത്താം. കുരുക്ഷേത്ര യുദ്ധഭൂമിയില് ആ ഭഗവത്ഗീത ഉപദേശ സ്ഥലം ഇപ്പോഴും ഉണ്ട്. അവിടെ വളരെ ഏകാഗ്രതയോടുകൂടി നാമം ജപിച്ച് ശീലമുള്ളവര് അവിടെ ചെന്ന് ധ്യാനത്തിൽ മുഴുകിയാൽ, നമ്മളെ സമയനോട് തന്നെ ഇടയ്ക്ക് തന്നെ കണ്ണ് തുറന്നു നോക്കി ചേട്ടൻ പോയോ ചേച്ചി പോയോ എന്ന് നോക്കണ പോലെയല്ല, നന്നായിട്ട് ധ്യാനിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുത്ത ഗീത ഇന്നും കേട്ടിട്ടുള്ളവരുണ്ട്. അപ്പൊ നമുക്ക് 1-2 വർഷത്തിനകം എന്ത് ചെയ്യണം, നമുക്ക് അവിടെ പോകണം. നന്നായിട്ട് പഠിച്ച് നിങ്ങൾ നല്ല മാർക്ക് മേടിക്കുമെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും കൊണ്ടൊക്കെ സമ്മതിപ്പിക്കണ കാര്യം ഞങ്ങൾ ഏറ്റു. അത് പരമേശ്വർ സാർ ചെയ്തോളൂ. പരമേശ്വർ സാറിന് കുട്ടികളെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ അദ്ദേഹം പോയി പരമേശ്വർ സാറിന്റെ അവതാരം അതിന് വേണ്ടിയിട്ടാ. എന്തിനാ? നിങ്ങൾക്ക് ഗീത പറഞ്ഞു തരാൻ, രാമായണം പറഞ്ഞു തരാനല്ല, പറയിപ്പിക്കാൻ. എത്ര ക്ഷമ, എത്ര ഇതൊക്കെ വേണം. 24 മണിക്കൂർ അദ്ദേഹം ജോലി ചെയ്തിട്ടാ വരുന്നത്. അപ്പോ പരമേശ്വർ സാറിന് നിങ്ങൾ ഒരു ദക്ഷിണ കൊടുക്കണം. ആ ദക്ഷിണ ഇതാ, എന്താ? ഭഗവത്ഗീത. ഇത് പരിപാടി കഴിഞ്ഞാലും എല്ലാ ദിവസവും ഒരധ്യായം വായിക്കാൻ 4.5 മിനിറ്റ് അല്ലെ 5 മിനിറ്റ് മതി. ഒക്കെ സമയം നോക്കി കൃത്യം പഠിച്ചിട്ടോട്ടോ പറയണേ. 5 മിനിറ്റ് മതി മാക്സിമം. അങ്ങനെ വായിച്ചാൽ പരമേശ്വർ സാറിന് അതിൽ കൂടുതൽ വലിയൊരു സമ്മാനം നിങ്ങൾ കൊടുക്കാനില്ല. അപ്പൊ അതിൻ്റെ ഒരു തീരുമാനം എടുക്കണം. നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിച്ച് വീട്ടിൽ മിടുക്കന്മാരും മിടുക്കി കുട്ടികളായാൽ നമുക്ക് അടുത്ത വർഷമോ അല്ലെ പിന്നത്തെ വർഷമോ അങ്ങോട്ട് പോവാം. ഹരിയാനയിലാണ്, കുരുക്ഷേത്രത്തിൽ പോവാം. അപ്പൊ ആ ഗീത ഉപദേശ സ്ഥലമൊക്കെ കണ്ടിട്ട് പോരാ. തയ്യാറാണോ? എല്ലാവരും ഇറങ്ങിപ്പോയോ? എന്തോ എല്ലാരും ആഹാ, തയ്യാറാണോ ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറഞ്ഞില്ലല്ലോ. അതെ സാർ. അതെ സാർ. അതെ. എങ്കിൽ ഇനി നമുക്ക് ഞായറാഴ്ച കാണാം കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. സായിരാം. സാറേ സായിരാം. ഇന്ന് കിട്ടിയ വേറൊരു മറുപടി അറിയാം. സായിരാം, ഇന്ന് കിട്ടിയ വലിയൊരു ഇത്രയും ദിവസം കിട്ടാത്തത് ഇന്ന് കിട്ടി. എന്താണെന്നറിയാവോ? 35 അല്ല, അതിൽ കൂടുതലായി കാണും. ഒരു 50 വർഷങ്ങളായി കാണും. സോമൻ ചേട്ടൻ ഗീത ഉപാസിച്ച് നടക്കുന്ന ഒരാളാണ്. ഗീത താഴെ വെച്ചിട്ടില്ല ഇത്രയും വർഷമായിട്ട്. ഗീതയിൽ മുങ്ങി ആ തീർത്ഥത്തിൽ മുങ്ങി നടക്കുന്ന ഒരാളാ. അദ്ദേഹത്തിന്റെ ഒരു അനുഗ്രഹം ഇന്ന് എന്റെ കുഞ്ഞുങ്ങൾക്ക് കിട്ടി. ഇതിൽ കൂടുതൽ എനിക്ക് ഇനി എന്താ ഭാഗ്യം വേണ്ടേ? എന്റെ കുഞ്ഞുങ്ങൾക്ക്, എനിക്കിന്ന് വലിയ ആഗ്രഹമായിരുന്നത്. പക്ഷെ ഞാൻ രാവിലെ സോമൻചേട്ടനെ കണ്ടപ്പോ വിട്ടുപോയി. എന്തോ സംസാരിച്ചു വിട്ട് ഇത് പറഞ്ഞില്ല. പിന്നെ ഞാൻ വിളിച്ചപ്പോഴേക്കും സോമൻചേട്ടൻ വേറെ പ്രഭാഷണത്തിന് പോയിക്കൊണ്ടിരിക്കുന്നു, തിരക്കാണ്, വരാൻ പറ്റുമല്ലോ, സംശയമായി. വന്നാൽ ഞാൻ കയറിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഭഗവാൻ കൊണ്ട് എത്തിച്ചില്ലേ കറക്റ്റ് നമ്മൾ ഓഫ് ചെയ്യുന്നതിന് 2-3 മിനിറ്റ് മുമ്പ്. ഇതാണ് ഈശ്വരാനുഗ്രഹം. ഉണ്ടോ ഇല്ലയോ? ഞങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടോ, ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ അതിന്റെ വ്യക്തമായ തെളിവാണ് ഇന്ന് കണ്ടത്. അപ്പൊ ഉറപ്പല്ലേ? നിങ്ങൾക്ക് എല്ലാവരും, നിങ്ങളുടെ എല്ലാവരുടെ ഗൃഹത്തിലും ശ്രീകൃഷ്ണന്റെ സാന്നിധ്യമുണ്ട്, ഗീതയുടെ സാന്നിധ്യമുണ്ട്. നിങ്ങളിലെല്ലാം ഭഗവാൻ വസിക്കുന്നു. ഭഗവാൻ ചൈതന്യമായി നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോ ഞായറാഴ്ച വന്നിട്ട് അവിടെ ഇരുന്ന് കണ്ണടച്ചിട്ട് സോമചേട്ടൻ പറയും, ഉള്ളിലുള്ള ഈശ്വരനെ നോക്കൂ എന്ന് പറയുമ്പോ ഈ കൃഷ്ണനെ കാണണം എല്ലാവരും. നമുക്ക് നാളത്തെ പ്രോഗ്രാം നോക്കാം. നാളെ ധ്യാന ശ്ലോകം ചൊല്ലുന്നത് തീർത്ഥ
പാരായണം ചെയ്യുന്നത് 18-ാം അധ്യായത്തിലെ 29 മുതൽ 44 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യുന്നത് നരസിംഹ ശർമ്മ. ആ ഭാഗത്തെ ഉദ്ധരിച്ച് ചെറിയൊരു പ്രഭാഷണം നടത്തുന്നത് ശ്രീനിക. എല്ലാവരും ഇന്നത്തെ പോലെ മിസ് ചെയ്യരുത് കേട്ടോ. ഇനി 2-3 ദിവസം കൂടെ ഉള്ളൂ നമുക്ക്. അപ്പൊ പൂർണ്ണമാവും. ഭയങ്കര അനുഗ്രഹം കിട്ടും എല്ലാവർക്കും. ആരും മിസ് ചെയ്യരുതേ. നാളെയും കയറണേ. നാളെ രാവിലെ മഠത്തിലെ ക്ലാസ്സിനും എല്ലാവരും എത്തണം. എല്ലാവർക്കും സായിറാം. 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 സായിറാം സാർ. സായിറാം. സായിറാം.